ഹായ് ഹലോ പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങളോട് പറയുന്ന ഒരു ചെറിയ ഇൻഫർമേഷൻ, ഒരു ചെറിയൊരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനുകളാണ് വരുന്നത്. ഒന്ന് യെസ് ഇറ്റ് ഈസ് മേഡ് ഫോർ കിഡ്സ് എന്ന് പറയും, മറ്റൊന്ന് നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുകളാണ്. ഒന്ന് വലിയ ആളുകൾക്കുള്ള വീഡിയോ, മറ്റൊന്ന് കിഡ്സിനുള്ള വീഡിയോസ് എന്നാണ് പറയുന്നത്. നമ്മളിവിടെ വലിയ ആളുകൾക്കുള്ള വീഡിയോസ് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. എന്താണ് ആ ഓപ്ഷൻ? ഇതിന്റെ അടിയിൽ നമ്മൾ കാണുന്നത് യെസ് റെസ്ട്രിക്ട് മൈ വീഡിയോസ് ടു വ്യൂവേഴ്സ് ഓവർ 18 എന്നായിരിക്കും. അല്ലെങ്കിൽ അതിന്റെ അടിയിൽ കാണുന്നത് നോ ഡോണ്ട് റെസ്ട്രിക്ട് മൈ വീഡിയോസ് ടു വ്യൂവേഴ്സ് ഓവർ 18 എന്നായിരിക്കും. അപ്പൊ ഇതെന്താണെന്ന് ഇന്നും പലർക്കും അറിയാത്തവരോട്. അപ്പൊ ഇതെന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ വീഡിയോസിന് ഒരു അതിർവരമ്പാണ്, റെസ്ട്രിക്ട് എന്ന വാക്ക് ഒരു അതിർവരമ്പ് നിർദ്ദേശിക്കുകയാണ് അവർ. ഇതിനപ്പുറത്തേക്ക് പോകുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആ ഒരു വീഡിയോസിന്റെ പ്രസക്തി കിടക്കുന്നത്. നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും ഇത്തരം നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിനും നമ്മൾ മിക്ക ആളുകളും, അതിൽ 90% ആളുകളും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്ത്? നോ ഡോണ്ട് റെസ്ട്രിക്ട് മൈ വീഡിയോസ് ഓൺ ഓവർ 18 എന്ന് പറഞ്ഞിട്ട്. ഇത് എന്റെ വീഡിയോസ് ഒരിക്കലും ഇങ്ങനെ ചട്ടക്കൂടിൽ ഒരു വിഭാഗം ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരു വീഡിയോസ് അല്ല എന്നുള്ളത്. അപ്പൊ ഇതെന്തിനാണ് ഇങ്ങനെ ഒരു വാക്കു എന്ന് പറയുമ്പോൾ, അത് ഈ അഡൽട്ട് കണ്ടന്റ് എന്ന് പറയുമ്പോൾ സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ, സെക്ഷൽ വീഡിയോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സെക്ഷൽ എന്നല്ല പറയുന്നത്, സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഇടുമ്പോൾ അതിന് യൂട്യൂബ് തന്നെ ഒരു അതിർവരമ്പ് വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോലെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലെയോ അല്ല യൂട്യൂബ് ശരിക്കും പറഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ സെക്ഷൻ തന്നെ നമുക്ക് തിരിച്ചു തന്നു. യെസ് ഇറ്റ് ഈസ് കിഡ്സ് എന്ന് പറയുക, കുട്ടികൾക്കുള്ള വീഡിയോസ്, വലിയവർക്കുള്ള വീഡിയോസ്, അതിനുശേഷമാണ് ഇത് വരുന്നത്. ഇതിന്റെ മുകളിലേക്ക് പോകുന്ന അഡൽട്ടുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. പക്ഷെ അവിടെ എന്താണ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ആഡ്സ് ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. മോണിറ്റൈസേഷൻ ബട്ടണിൽ ആഡ്സ് ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഇതിന്റെ ഉപയോഗം എന്താണ്, ഇത് ആരാണ് കൂടുതലും ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ ഒരുപാട് പെയ്ഡ് ലൈവ് ചെയ്യുന്നൊക്കെ ഒരുപാട് സ്ത്രീകളെയൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അവരൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ടാണ് അവരുടെ കണ്ടന്റുകൾ ഇടുന്നത്. നേരെ മറിച്ച് അതറിയാതെ നിങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ കണ്ടന്റിന് റിപ്പോർട്ട് അടിക്കുന്നുണ്ടാവും. പലരും പല തെറികളും വന്ന് പറയുന്നുണ്ടാവും. പക്ഷെ യൂട്യൂബ് തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ യൂട്യൂബിന്റെ ലിമിറ്റിൽ നിന്നുകൊണ്ടുള്ള അത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യാം. അത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക്, താല്പര്യമുള്ളവർക്കും വേണ്ടി മാത്രം കാണാം എന്നുള്ളൊരു റൂൾസ് യൂട്യൂബിലുണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പോഴും പറയുന്നു, പൂർണ്ണമായിട്ടുമല്ല, ഒരു ലിമിറ്റഡ് വരെ എന്നുള്ളത്. ഇത്തരം കണ്ടന്റുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഇക്ലി സിനിമകളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഇത്തരം രൂപത്തിലാണ് അവർ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഈ ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോസ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ആവും. നമ്മൾ വിചാരിക്കും ഇത് കുട്ടികൾ കാണരുത് എന്നേ ഉള്ളൂ. പക്ഷെ ഈ വീഡിയോസ് രണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ റെക്കമെൻഡേഷൻ ആയിട്ട് വീഡിയോസുകൾ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞ ഈ സ്ത്രീകളുടെയൊക്കെ വീഡിയോസിനെതിരെയായിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷെ അവരുടെ നിയമം പാലിച്ചിട്ടാണ് ഈ വീഡിയോസുകളൊക്കെ ഇടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അവർ അവരുടെ ശരീരത്തിന് ചില ഭാഗങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് യൂട്യൂബ് അനുവദിച്ചിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ടാണ്. നിങ്ങൾക്കത് എങ്ങനെ റെക്കമെൻഡേഷൻ ആയി വന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടി എടുത്തപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസുകളാണ് കാണുന്നത്, എന്ത് ചെയ്യാം, എൻ്റെ കുട്ടികൾ കാണുന്നത്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ അത്തരത്തിലുള്ള വീഡിയോസുകൾ കാണുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് അത് നോട്ടിഫിക്കേഷനായി വരുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ഒരിക്കലും 18 വയസ്സിനുള്ള മുകളിലുള്ളവർക്ക് ഒരിക്കലും നോട്ടിഫിക്കേഷനായി അയക്കില്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ സെർച്ച് ചെയ്ത് കാണുന്നത് കൊണ്ടും സെലക്ട് ചെയ്ത് കാണുമ്പോഴുമാണ് അത്തരത്തിലുള്ള വീഡിയോസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുട്ടികൾ അത് തന്നെ ഇരുന്ന് കാണുന്നുണ്ട്. ഇത് യൂട്യൂബിന്റെ റൂൾസ് ആണ്. ഇത് യൂട്യൂബിന്റെ ഒരു അൽഗോരിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതാരെയും ഞാൻ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈടായിട്ട് നമുക്ക് ശരീരം കാണിച്ച് വീഡിയോസ് ഇടുന്നവരെ ഞാൻ ന്യായീകരിക്കുകയുമല്ല. പക്ഷെ അവർ യൂട്യൂബിന്റെ ആസ് എ യൂട്യൂബർ എന്ന നിലയ്ക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ ഭാഗത്തേ നിൽക്കൂ. കാരണം യൂട്യൂബിന്റെ നിയമം പാലിച്ച് യൂട്യൂബ് കൊടുത്തിട്ടുള്ള ഈ ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് അവർ വീഡിയോസ് ഇടുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും അവരുടെ വീഡിയോസ്, നിങ്ങളൊക്കെ ഇത്രയും നെഗറ്റീവ് കമന്റുകൾ ഇടുന്നു, പലരും റിപ്പോർട്ട് അടിക്കുന്നു, എന്തുകൊണ്ട് അവരുടെ ചാനൽ പോകുന്നില്ല? നമ്മളെല്ലാവരും റിപ്പോർട്ട് അടിച്ചാൽ പോലും ചാനൽ അവരുടെ പരിശോധിക്കുമ്പോൾ യൂട്യൂബിന് അറിയാം
ഇത് ഈ ഒരു ടൂൾസ് വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഒരിക്കലും യൂട്യൂബിന്റെ നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളത്. യൂട്യൂബിൽ ഇപ്പൊ നമുക്കൊരു സ്ത്രീയുടെ മാറിടം കാണിക്കുക എന്നുള്ളത് യൂട്യൂബ് അനുവദീയമല്ല. ഓക്കെ, ഫേസ്ബുക്കിൽ ഒരു പക്ഷേ അങ്ങനെയുള്ള നമ്മൾ ഒരുപാട് വീഡിയോസുകളൊക്കെ കണ്ടെന്ന് വരാം, ഇൻസ്റ്റാഗ്രാമിലും ഒരു പക്ഷേ കണ്ടെന്ന് വരാം. പക്ഷെ യൂട്യൂബിൽ അത് അനുവദീയമല്ല. ഞാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. യൂട്യൂബ് 3 തലങ്ങളായിട്ട് യൂട്യൂബ് അത് സെറ്റ് ചെയ്ത് വെച്ച്, കുട്ടികൾക്കുള്ള വീഡിയോ, മുതിർന്നവർക്കുള്ള വീഡിയോ, മറ്റൊന്ന് ഈ അഡൽസിന് വേണ്ടിയുള്ള വീഡിയോ. അഡൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ നിയമത്തിനുള്ളിൽ വരുന്നത്. ഇതൊരു ചെറിയ വേരിയേഷനാണ്. ഈ ഒരു വേരിയേഷൻ വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിലേക്ക് വരെ പോകാൻ ചാൻസ് ഉള്ളതാണ്. അതായത് നമ്മൾ ഇടുന്ന, ഞാൻ പറഞ്ഞ പോലെ ഈ മസാല സിനിമകളോ മസാല ഷോർട്ട് ഫിലിമുകളൊക്കെ ഇടുന്നതിന്റെ ഒരു തലം, അതല്ലെങ്കിൽ അതിന്റെ ഒരു അളവ് കൂടിയാൽ ഒറ്റയടിക്ക് അങ്ങനത്തെ 3 കണ്ടന്റ് ഇട്ടാൽ പോലും ചാനൽ അടിച്ചു പോകും. ഈ ടൂൾസ് അധികവും ഉപയോഗിക്കുന്നത് ഈ സിനിമ കട്ടിങ്സ് ഒക്കെ എടുത്ത് ചെയ്യുന്നവര് ഇങ്ങനെയായിരിക്കും കൊടുക്കുക. ആദ്യമായി ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് അതിലെ പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ, വീഡിയോയുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു ഫോട്ടോ ആയിരിക്കും ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാവുക. ആ ഫോട്ടോയും അവിടെ ഒരു വാചകവും എഴുതി വെക്കും. അപ്പോൾ അതായത് എന്തെങ്കിലും സെക്ഷൽപരമായിട്ടുള്ള ഒരു വാചകവും എഴുതി വെച്ചിട്ട് ആയിരിക്കും നമ്മൾ ആ ഫോട്ടോ കാണുമ്പോൾ, ഓഹോ, നമുക്ക് റെക്കമെൻഡേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ഇത്തരം വീഡിയോസുകൾ മുന്നേ വാച്ച് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ ഇത്തരം ആ ഫോട്ടോ കാണിച്ച് എന്തോ തുടങ്ങുന്നതിന്റെ മുന്നേയുള്ള ഒരു രംഗമായിരിക്കും ഒരുപക്ഷെ നമുക്ക് കാണിച്ചു തരുന്നത്. പലരും, ഞാനടക്കമുള്ള പലരും വളരെ പ്രതീക്ഷയോടുകൂടി ആ വീഡിയോസ് ഇട്ട് കാണുമ്പോൾ ആ വീഡിയോസിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് പലർക്കും പറ്റിയിട്ടുണ്ടായിരിക്കാം, എന്നെ പോലുള്ളവർക്ക് പറ്റിയിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. തിരുത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ ചെന്ന് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിലും ഇവർ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ടൂൾസാണ്. ഇത് 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വീഡിയോസ് ആണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ യൂട്യൂബിന്റെ ഒരു സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ തുടക്കമായതിനാൽ അവർക്ക് ഭയങ്കരമായിട്ട് ആ വീഡിയോസ് റീച്ച് ആവുകയും പെട്ടെന്ന് അത്തരം ചാനലുകൾ മോണിറ്റൈസേഷൻ ആവാൻ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഈ സിനിമ ഒക്കെ കണ്ടന്റ് ഒക്കെ ഇടുന്നത്. ഇപ്പോൾ ഒരു സിനിമ, നിങ്ങൾ ഒരേ സിനിമ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ചാനലുകൾ ഒരുമിച്ച് ഇടുന്നതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പൊ അത്തരക്കാർ ഉപയോഗിക്കുന്നത് ഇതേ ടൂൾസാണ്. അതിന്റെ റൂൾസുകൾ വേറെയാണ്. ഞാനത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. കാരണം ഒരു സിനിമ തന്നെ കുറേ ചാനലുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ കേരളത്തിൽ തന്നെ ഉള്ള ഇപ്പൊ മ്യൂസിക് വേൾഡ്, മില്ലേനിയം ഓഡിയോസ്, ഗാലക്സി വിഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചാനലുകളുണ്ട്. ഒരുപാട് മെയിൻ കാസറ്റുകളൊക്കെ എടുക്കുന്ന, സിനിമകൾ എടുക്കുന്ന മ്യൂസിക് ചാനലുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ സിനിമകളും എടുക്കാറുണ്ട്. ഇത്തരം ചാനലുകൾ ഒരേ സിനിമകൾ പലതായി കട്ട് ചെയ്ത് ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത്തരം ആളുകളും ഇത്തരം ഈ ടൂൾസുകൾ ഉപയോഗിക്കാറുണ്ട് ചാനൽ തുടങ്ങുന്ന സമയത്തും. ഇനി തുടങ്ങി അവർ കുറച്ച് കഴിഞ്ഞാലും ഞാൻ അറിഞ്ഞിട്ടുള്ളതിന് പൂർണ്ണമായും മോണിറ്റൈസേഷൻ ഇല്ല എന്നല്ല, മോണിറ്റൈസേഷൻ ലിമിറ്റഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് 1,00,000 പേര് കാണുന്നതും ഈ നമ്മുടെ നോർമൽ വീഡിയോസ് 1,00,000 പേര് കാണുന്നതും ഈ വീഡിയോസ് 2,00,000 പേര് കാണുന്നതും ഒരേ തുല്യ ഇതായിരിക്കും. പക്ഷെ ഇതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ആ ഒരു വീഡിയോസ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ 18+ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇട്ടവർക്ക് സ്പീഡായിട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഞാനിവിടെ അവതരിപ്പിക്കാൻ കാരണം, ഇപ്പൊ യൂട്യൂബിൽ ഇത്തരം കണ്ടന്റുകൾ, അഡൽസ് കണ്ടന്റുകൾ ഇടുന്ന ഒരു ക്ലയന്റ് നമ്മളെ ബന്ധപ്പെടുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മളോട്, അപ്പോൾ നമ്മൾ അവരുമായി ഇരുന്നപ്പോൾ ഒന്ന് സംസാരിക്കുമ്പോഴാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ എന്നോട് അവർ വ്യക്തമായിട്ട് ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ്. അപ്പോൾ അവര് പറഞ്ഞു തന്നതാണ്, ജനങ്ങൾക്ക് യാതൊരു ബോധവുമില്ല, നമുക്ക് യൂട്യൂബ് തരുന്ന ടൂൾസ് ഉപയോഗിച്ച് നമ്മളത് കാണുന്നു. അതിന് ഇവർ വന്ന് നമ്മളെ തെറി പറയുന്നത് എന്തിനാണ്, എന്റെ ഭർത്താവ് അത് കണ്ടു എന്ന് പറയുന്നു. അവരുടെ ഭർത്താവ് ഇതിന് മുന്നേ ഇത്തരം വീഡിയോസുകൾ കണ്ടത് കൊണ്ടാണ് ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി പോകുന്നത്. അപ്പോൾ ഇത്തരം ചാനലുകൾ അവർക്ക് വേണമെങ്കിൽ അൺസബ്സ്ക്രൈബർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ ഈ വീഡിയോസ് കാണുന്നു, ദയവ് ചെയ്ത് ആ മോളെ ഈ മോളെ എന്നൊക്കെ വിളിച്ച് ഞങ്ങളെ അസഭ്യം പറയുന്നു. ഓക്കെ, ഞങ്ങൾ ആരെയും ഇവരോട് ചെന്നിട്ട് ഞങ്ങളുടെ വീഡിയോസ് കാണൂ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ അസഭ്യം പറയുന്നത്? ഇതൊരു പബ്ലിക് ചാനലാണ്. ഇവിടെ പലതരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാവും. ഇപ്പൊ സിനിമ പോലെ തന്നെ ഫാമിലി എന്റർടൈൻമെന്റ് സിനിമകൾ ഉണ്ടാകാം, പിന്നെ എന്താ പറയുക, ഫൈറ്റൊക്കെയുള്ള സിനിമകൾ ഉണ്ടാകാം, കോമഡി സിനിമകൾ ഉണ്ടാകാം, അഡൽസ് സിനിമകളും ഉണ്ടാവാം, അപ്പൊ ഈ സെക്സ് സിനിമകളും ഉണ്ടാവാം. അപ്പൊ ഇത്തരം സിനിമകളും ഉണ്ടാവാം. അതേപോലെ തന്നെയാണ് ഒരു ചാനലിന്റെയും അവസ്ഥ. ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്കും തോന്നിപ്പോയി. കാരണം നമ്മൾ അത്തരം വീഡിയോസുകൾ തെരഞ്ഞു പിടിച്ച് കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അത്തരം നോട്ടിഫിക്കേഷൻ വരുന്നതും നമ്മൾ വീണ്ടും ആ വീഡിയോസ് കാണാൻ ഇടയാവുന്നതും. അല്ലെങ്കിൽ
നമ്മുടെ മക്കൾ കാണാൻ ഇടയാകുന്നത് എന്താണെന്നുള്ളത് ഞാൻ മുകളിൽ പറഞ്ഞു. നമ്മൾ കണ്ട് മക്കൾക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ അവർക്കും വരുന്ന ഈ നോട്ടിഫിക്കേഷനാണ്. ഇതിന് നമ്മൾ ചെയ്യാതിരിക്കേണ്ടത് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ വാച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് അവിടെ ഓപ്ഷനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. യൂട്യൂബ് കൊടുക്കുന്ന ഒരു ടൂൾസ്, യൂട്യൂബ് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് അവരത് ചെയ്യുന്നത്. പിന്നെ അവർ പറയുന്നു, ഈ പറയുന്നവരെ ആരെയും ഞങ്ങൾ ഒരു കുറ്റവും പറയുന്നില്ല. പക്ഷെ നമ്മളെ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ വർണ്ണിച്ചു അവർ പറയുന്ന വാക്കുകൾ അതിക്രൂരമാണ് എന്നുള്ളതാണ്. പോത്തെ, പശു, പിന്നെ അങ്ങനെയുള്ള കുറേ വാക്കുകൾ, അവരുടെ അകിട് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് വരുന്ന കണ്ടന്റുകൾ പല ടൈപ്പ് ഓഫ് കണ്ടന്റുകളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചാനൽ ചെക്കിങ്ങിനായാലും നമ്മളോട് വിളിക്കുന്നവരായാലും ക്ലയന്റുകൾ പല തരത്തിലായിരിക്കും. അവരുടെ ചാനലിന്റെ സ്വഭാവം ഒരിക്കലും ഞങ്ങൾ നോക്കാറില്ല. അവരുടെ വീഡിയോസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അവർക്ക് എങ്ങനെ കൂടുതൽ വ്യൂസ് വരാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളും അത്തരത്തിൽ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമില്ലേ അവിടെ വെച്ച് നിർത്തിക്കോളൂ. ഇപ്പൊ ഇതിന് ഫോർ എക്സാമ്പിൾ ആണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അസ്ന അരുൺ എന്ന് പറയുന്ന സ്വീറ്റ് വോയിസ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. നോർമലി ഇതൊരു അവരൊരിക്കലും ഒരു അഡൽസ് കണ്ടന്റോ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ നോർമൽ വീഡിയോസ് ഇടുന്നവരാണ്. പക്ഷെ ആദ്യ കാലങ്ങളിൽ അവർ തട്ടമിട്ടുകൊണ്ട് വീഡിയോസ് ഇട്ടിരുന്നു. പിന്നീട് അവരുടെ ഇഷ്ടമാണ് തട്ടം ഇടാതെ വീഡിയോസ് ഇടണോ തട്ടം ഇട്ടുകൊണ്ട് വീഡിയോസ് ഇടണോ എന്നുള്ളതൊക്കെ. അപ്പൊ അവരും ഇതുപോലെ നമ്മളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇവർ വീഡിയോസ്, പലരും ഇസ്ലാമിന്റെ കാര്യം അങ്ങനെയാണ്, അല്ലെങ്കിൽ ഹിന്ദുസം ഇങ്ങനെയാണ്, ക്രിസ്ത്യനിസം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇവരിങ്ങനെ നമ്മുടെ നേർക്ക് വരുന്നത്? എനിക്കൊരു മതമുണ്ടോ, അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ വിശ്വാസം, എൻ്റെ ദൈവം, അത് ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലേ, നിങ്ങൾ കാണണ്ട എന്നൊക്കെയാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സ്വീറ്റ് വോയിസ് എന്നാണ് ആ ചാനലിന്റെ പേര്. ആ ചാനലിൽ കണ്ടന്റ് ഇടുന്ന വ്യക്തിയുടെ പേര് അസ്ന അരുൺ, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവരും ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പറയാറുണ്ട്. ഒരുപാട് സ്ത്രീകൾ, എക്സ്പെഷ്യലി നമുക്ക് എടുത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളൂ എങ്കിലും പറയാം, തട്ടമിട്ട സ്ത്രീകളാണ് നമ്മളെ വന്നിട്ട് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഖുർആനിന്റെ ആയത്തുകളും, അതായത് ഖുർആനിന്റെ പേജുകളും ഓരോന്നോരോന്ന് പറഞ്ഞ് നമ്മളെ തിരുത്താൻ വരുന്നത്. അവർ എന്തുകൊണ്ട് നമ്മൾ ഇത്തരം വീഡിയോസുകൾ അവർ വാച്ച് ചെയ്യുന്നു? അവർക്ക് കാണാം, അവർക്ക് യൂട്യൂബ് കാണാം. അപ്പോൾ ആസ് എ മുസ്ലിംസ് എന്ന നിലയ്ക്ക് എനിക്കറിയാം യൂട്യൂബ് ഞങ്ങൾക്ക് കാണാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം എന്ത് തന്നെയായാലും ഒരു മതപ്രഭാഷണമായാൽ പോലും ഞങ്ങൾക്ക് അത് യൂട്യൂബിൽ നിന്ന് കാണാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഒരു യൂട്യൂബ് മതപ്രഭാഷകൻ പണ്ഡിതൻ ഒരുപക്ഷെ നമ്മളോട് സംസാരിക്കുന്നതിനിടയിൽ, അതായത് അയാൾ നമ്മളോട് പറയുന്നതായിരിക്കും, നിങ്ങൾ അന്യ പുരുഷരെ നോക്കരുതേ എന്ന് പറയും അവർ. നിങ്ങൾ അന്യ സ്ത്രീകളെ നോക്കരുതേ, അല്ലെങ്കിൽ സ്ത്രീകളോട് പറയും നിങ്ങൾ അന്യ പുരുഷന്മാരെ നോക്കരുതേ, അവരുടെ മുഖത്തേക്ക് നോക്കരുതേ എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു പരസ്യം ഇങ്ങോട്ട് വരും, അഡ്വർടൈസ്മെന്റ് വരും. മോണിറ്റൈസേഷൻ ആയ ചാനൽ ആണെങ്കിലും അല്ലെങ്കിലും അത് വരുന്നത് ഒരു പക്ഷേ ഡാഡി മമ്മി വീട്ടിലില്ല, വിളയാടാൻ വാടാപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളായിരിക്കും. അതെ. അപ്പോൾ അതിൽ അർദ്ധനഗ്നരായിട്ട് സ്ത്രീകൾ മുഖം കാണരുതേ എന്ന് പറയുന്നത് സ്വന്തം മാറിടം പോലും കാണിച്ചിട്ടായിരിക്കും വീഡിയോ നമുക്ക് കാണുന്ന അഡ്വർടൈസ്മെന്റ്. അപ്പോൾ ഇത്തരം പബ്ലിക് ചാനലുകൾ ഇപ്പോൾ കാലം മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചാനലുകളിലൂടെ ഇതിൽ വരുന്ന പരസ്യങ്ങൾ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഈ മതപ്രഭാഷണം നടത്തുന്ന ഉസ്താദിന്റെയോ അല്ലെങ്കിൽ മറ്റേത് മതത്തിലായിക്കോട്ടെ അവരുടെയൊന്നും ഇഷ്ടപ്രകാരമല്ല അതിന്റെ ഇടയിൽ വരുന്ന പരസ്യങ്ങൾ വരുന്നത്. ഓരോ വ്യക്തിയുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് അതിലെ പരസ്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ ഒരു ഫ്രിഡ്ജിനെ കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ, എത്രയാണ് ഫ്രിഡ്ജിന്റെ കോസ്റ്റ് എന്നൊക്കെ? ഒരു പക്ഷെ അതായിരിക്കും നിങ്ങളുടെ യൂട്യൂബിൽ നാളെ നിങ്ങൾക്ക് പരസ്യങ്ങളായി വരുന്നത്, നിങ്ങളുടെ ഫേസ്ബുക്കിൽ പരസ്യങ്ങളായി വരുന്നത്. അത് യൂട്യൂബിന് അറിയാം ഇയാൾ ഇതിന് ആവശ്യക്കാരനാണ് എന്നുള്ളത്. അതുപോലെ സിനിമകൾ സ്ഥിരമായി കാണാറുണ്ടോ, അവർക്ക് സിനിമകളുടെ പരസ്യങ്ങളായിരിക്കും വരാറ്. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്, ഞാൻ ഒരുപാട് പറഞ്ഞു നീട്ടിപ്പോയി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പലരും വിചാരിക്കുന്നു പലരും വിചാരിക്കും കമന്റ് നമുക്ക് ഊഞ്ഞാലാടാൻ വെച്ചതല്ലല്ലോ, കമന്റ് പറയാനുള്ളതല്ലേ എന്നുള്ളത്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മൂക്കിനും ചുണ്ടിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് മാത്രമാണ്. ഇടയിലൊരു വര ദൈവം സൃഷ്ടിച്ച് എന്നതെന്ന് വെച്ചാൽ അതൊരു രേഖയാണ്, അവിടെ വെച്ച് നിർത്തണം എന്നുള്ളതാണ്. ആരെയും കുറിച്ച് എന്തും പറയാം എന്നുള്ള ഇത് അത് വളരെ തെറ്റായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ ഇത്തരം ഈ രണ്ട് ചാനലുകളായാലും, ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഇവരുടെ ചാനലുകളെയൊക്കെ, ഇതിലൊക്കെ നമുക്ക് പറയാനുള്ളത് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, വിട്ടേക്കൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് അത്തരം മതപ്രഭാഷണം നടത്തുന്ന ചാനലിൽ പോയി നമ്മൾ മതപ്രഭാഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല.
അപ്പോൾ ഈ യൂട്യൂബിന്റെ ടെക്നിക്കലി പറയുന്ന ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല എന്നുള്ളതാണ്. നമ്മുടെ ക്ലയന്റിന്റെ ആവശ്യം എന്താണോ അതനുസരിച്ച് യൂട്യൂബ് ചാനൽ എങ്ങനെ ഗ്രോത്ത് ചെയ്യാം എന്നുള്ള ഐഡിയാസുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പ്രിയരെ. അപ്പൊ നിങ്ങളും ഒന്ന് ഇതുപോലെ കമന്റ്സുകൾ ഇടുമ്പോഴും ഏത് സ്ത്രീകളെ പറ്റി പറയുമ്പോഴും അവർ അതിന്റെ ടൂൾസ് ഉപയോഗിച്ച് അതിന്റെ ശരിയായ രീതിയിലാണ് വീഡിയോസ് ഇടുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പോൺ സ്റ്റാറുകളായാൽ പോലും അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ്, വിദേശ രാജ്യങ്ങളിൽ അതൊരു ജോലിയും ആയിട്ട് കണക്കാക്കുന്നവരുണ്ട്. അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ, ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കട്ടെ. അത്രേ എനിക്കൊക്കെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ ഒരു ഓപ്ഷൻ എന്തിനു എന്നുള്ള ഒരു വിശദാംശം മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ നൽകിയത്. അതായത് പൂർണ്ണമായും അഡൽട്ട് വീഡിയോസ് ഇടാനുള്ള അല്ലെങ്കിൽ സെക്സ് വീഡിയോസ് ഇടാനുള്ള ഒരു മാനദണ്ഡമല്ല ഈ ഒരു ഇതെന്ന് പറയുന്നത്. യൂട്യൂബിന്റെ റൂൾസിൽ ഒതുങ്ങിക്കൊണ്ട് ഇടേണ്ട ഒരു വീഡിയോ, അത്തരം വീഡിയോസുകൾക്കാണ് ഇത് ഉപയോഗിക്കാറുള്ളത് എന്നുള്ളതും കൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായി മാത്രം വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്ന് വിടവാകുന്നു. ബൈ.